ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നീർക്കെട്ട്, രക്തക്കുറവ്, അതുപോലെ തന്നെ അർശസ് അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള IBS പോലുള്ള പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ധാരാളമായിട്ട് പ്രോട്ടീൻസും മിനറൽസും പ്രോബയോട്ടിക്സും ഒക്കെ അടങ്ങിയിട്ടുള്ള മോരിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതെങ്ങനെ ഉപയോഗിക്കാം, ഏതൊക്കെ കണ്ടീഷൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വയറ് സംബന്ധമായിട്ടുള്ള മിക്ക പ്രശ്നങ്ങൾക്കും മോര് വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ വയറിളക്കമുണ്ടെങ്കിൽ, അസിഡിറ്റി, പുളിച്ചു തകട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ബ്ലോട്ടിംഗ് ഉണ്ടെങ്കിൽ, നമ്മൾ ഹെവിയായി ഫുഡ് കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് മോര് ഉപയോഗിക്കാം. അസിഡിറ്റി, പുളിച്ചു തകട്ടൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിൽ മോരിൽ ഇഞ്ചിയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ചതച്ചിട്ട് കഴിക്കുന്നത് ഈ ഒരു പ്രശ്നം മാറ്റാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിന് നമ്മൾ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ സ്ഥിരമായി കഴിക്കുന്നത് മൂലം അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് മൂലം നമ്മുടെ ലൈനിങ് വളരെ തിന്നാവാനും അത് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. ഈ ഡാമേജ് മാറ്റി നമ്മുടെ സ്റ്റൊമക്ക് ലൈനിങ് നല്ലൊരു സ്മൂത്ത് ലൈനിങ് ആക്കാൻ, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോര് സഹായിക്കുന്നുണ്ട്. മോര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ അതിലേക്ക് ജീരകം ഒരു അര സ്പൂൺ, നല്ല ജീരകവും അതുപോലെ അജ്വൈൻ അയമോദകവും കൂടെ അര സ്പൂൺ, രണ്ടും അര ടീസ്പൂൺ വീതം ചേർത്തതിന് ശേഷം വറുത്ത് പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ വറുത്തിട്ട് അതുപോലെ തന്നെ ചേർക്കാം. ഇത് ഒരു ഗ്ലാസ് മോരിൽ ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് മലബന്ധം മാറ്റി നമ്മുടെ മോഷനൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. പലർക്കും മലബന്ധത്തിനൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ വളരെ വേദനയോടുകൂടി ലൂസ് മോഷൻ അല്ലെങ്കിൽ മോഷൻ പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ വേദന ഇല്ലാതെ തന്നെ ഈ ഒരു മോരിൽ ഇതുപോലെ ചേർത്ത് കഴിക്കുന്നത് മൂലം നോർമലായിട്ട് നമ്മുടെ മോഷൻ പോകാൻ ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ വളരെ ഗ്യാസ് ട്രബിൾ ഉള്ളവരാണെങ്കിൽ, വളരെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വൈശ്വാനര ചൂർണം മോരിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ടീസ്പൂൺ വൈശ്വാനര ചൂർണം ഇതുപോലെ മോരിൽ ചേർത്ത് കഴിക്കുന്നത് മൂലം ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ മാറാൻ ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ വളരെ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു, വളരെ ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ സദ്യ പായസം പോലുള്ള സാധനങ്ങൾ കഴിച്ച് നമുക്കൊരു മന്ദപ്പ് അല്ലെങ്കിൽ ക്ഷീണം, വയറ് വീർക്കൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നാറുണ്ട്. ഇങ്ങനെയുണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മൾ ഒരു ഗ്ലാസ് മോരിലോട്ട് ഇഞ്ചിയും കുരുമുളകും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചതച്ചിട്ട് കുടിക്കുന്നത് ഈ ഒരു പ്രശ്നം മാറ്റി അതുമൂലമുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതിൽ പ്രോബയോട്ടിക് ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ നല്ല ബാക്ടീരിയനെ വളർത്താനും അതുപോലെ മോശം ബാക്ടീരിയനെ നശിപ്പിച്ച് കളയാനും ഈ ഒരു മോര് സഹായിക്കുന്നുണ്ട്. ഡൈജഷൻ വളരെ പ്രോപ്പറാവാനും നമുക്ക് രുചി വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. അരുചിയൊക്കെ ഉള്ളവരുണ്ടാവും, രുചിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത അവസ്ഥയൊക്കെയുള്ള സമയത്ത് മോര് കഴിക്കുന്നത് മൂലം ഈ ഒരു അവസ്ഥ മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് ഒരു ഗ്ലാസ് മോരിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജാതി ഫലത്തിൻ്റെ ജാതിക്കുരു പൊടിച്ചത് ചേർത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് മോര് കഴിക്കുന്നത് ലൂസ് മോഷൻ ഉള്ളവർ സമയത്താണെങ്കിൽ ഇത് മാറാൻ സഹായിക്കും. ഇടക്കിടക്ക് നമുക്കങ്ങനെ കഴിക്കാം. ലൂസ് മോഷനുള്ള സമയത്താണെങ്കിൽ ക്ഷീണം, അതുമൂലം ഉണ്ടാകുന്ന ക്ഷീണം മാറ്റാനും ലൂസ് മോഷൻ മാറ്റാനും ഇങ്ങനെ ജാതി ഫലത്തിൻ്റെ പൗഡർ ചേർത്ത് കഴിക്കുന്നത് മൂലം സാധിക്കുന്നതാണ്. നമുക്ക് ഒരു ദിവസം പല പ്രാവശ്യമായിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അർശസ് ആണ്. അർശസ് ഉള്ളവർക്കും മോര് വളരെ നല്ലതാണ്. ബ്ലീഡിങ് പൈൽസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മോരിൽ ചുക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ജീരകവും വറുത്ത് പൊടിച്ച് ചേർത്ത് കഴിക്കുന്നത് മൂലം ബ്ലീഡിങ് കുറയാനും സാധിക്കും. അതുപോലെ തന്നെ ഇത് ചുരുങ്ങാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് മോര് ഉപയോഗിച്ചിട്ട് സിറ്റിംഗ് ബാത്തൊക്കെ ചെയ്യാവുന്നതാണ്. വളരെ ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉള്ളവരാണെങ്കിൽ എള്ളെണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഇളം ചൂടാക്കിയ മോരിൽ നമുക്ക് കുറച്ച് സമയം ഒരു അരമണിക്കൂർ സിറ്റിംഗ് ബാത്ത് ചെയ്യാവുന്നതാണ്. ഇത് ഇതുപോലുള്ള ഇറിറ്റേഷൻസ് കുറക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ പലതരത്തിലുള്ള മരുന്നുകളിൽ നമ്മൾ തക്രം ചേർക്കുന്നുണ്ട്. അതായത് തക്രാരിഷ്ടം പോലുള്ള മരുന്നുകളിലൊക്കെ തക്രം ചേർത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പുറമെ അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്ന പല മരുന്നുകളിലും തക്രം എന്നാണ് ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത്. സംസ്കൃതത്തിൽ തക്രം എന്നാണ് മോരിനെ പറയുന്നത്. അപ്പോൾ തക്രധാര പോലുള്ള ട്രീറ്റ്മെൻറ്റുകളും ആയുർവേദത്തിലുണ്ട്. നമ്മുടെ BP കുറക്കാൻ അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള സ്കിൻ കണ്ടീഷൻസിന്, ബ്രെയിൻ സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ഇതുപോലെ തക്രധാര ചെയ്യാൻ
ചെയ്യാറുണ്ട്. ഇതും വളരെ എഫക്റ്റീവായ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇനി നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ട്, നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മോര് കഴിക്കുന്നത് മൂലം ഇത് കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ ജോയിൻറ്റിൽ നീർക്കെട്ടൊക്കെ ഉള്ളവർക്ക് ഇത് പുറമെ അപ്ലൈ ചെയ്യാനും ജടാമയാതി ചൂർണം പോലുള്ള ചൂർണങ്ങളിൽ മോരിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനും കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് രക്തക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇത് ഒരു നല്ല മരുന്ന് തന്നെയാണെന്ന് പറയാം. രക്തക്കുറവുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഡയറ്റിൽ മോര് ഉൾപ്പെടുത്തുന്നത് മൂലം ഇത് കുറക്കാൻ സാധിക്കും. അതുപോലെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്കാണെങ്കിൽ ഈ മോരിൽ ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത്, അധികം പുളിയില്ലാത്ത മോരിൽ 2 തണ്ട് കറിവേപ്പില ചേർക്കുക. ഇളം കറിവേപ്പില തളിരിലകൾ ചേർക്കാൻ നോക്കുക. 2 തണ്ട് ചേർത്ത് അരച്ച് ചേർക്കുക. ഇത് അരച്ച് ചേർത്ത് കഴിക്കുന്നത് നമുക്കുണ്ടാവുന്ന വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കാണ്. വെയിറ്റ് ലോസ് ഡയറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് മോരെന്ന് പറയുന്നത്. മോരിൽ നിങ്ങൾക്ക് ചുക്കും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് രണ്ടും അര ടീസ്പൂൺ ചേർത്ത് 1 ഗ്ലാസ് മോര് രാവിലെ കഴിക്കുന്നത്, രാവിലെ വെറും വയറ്റിലല്ല, നിങ്ങൾക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം കഴിച്ചാലും മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഈ ഒരു മോര് കഴിക്കുന്നത് വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. വയറ് കുറക്കാനും സൈഡിലൊക്കെയുള്ള ഫാറ്റ് കുറക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഹൈ BP അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കാണ്. ഇവർക്ക് മോര് എന്ന് പറയുന്നത് ബയോ ആക്റ്റീവ് പ്രോട്ടീൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാരണമുണ്ട് ഹൈ BP അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഒക്കെ കുറക്കാൻ മോര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം സാധിക്കും. ഇവർക്കും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഉപയോഗം എന്ന് പറയുന്നത് ലിവർ ഫങ്ഷൻ നോർമലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ലിവർ ഫങ്ഷന് നല്ല രീതിയിൽ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ മോര് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതെന്ന് പറയുന്നത് വളരെ ചൂട് കൂടിയിട്ടുള്ള ബോഡി ടൈപ്പ് ഉള്ളവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ നല്ല ചൂടുള്ള ക്ലൈമറ്റിലും നമുക്ക് മോര് ഉപയോഗിക്കാൻ നല്ലതാണ്. ബോഡീനെ ഒന്ന് തണുപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള ഹോട്ട് ഫ്ലാഷസ് കുറക്കാനും ഈ ഒരു മോര് കഴിക്കുന്നത് മൂലം സാധിക്കും. ആർത്തവം നിൽക്കുന്നതിനോട് അനുബന്ധമായിട്ട് അതിന് മുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലാഷസ് കുറക്കാനും ഈ ഒരു മോര് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ചൂടിന് മൂലമുണ്ടാകുന്ന ക്ഷീണം കുറക്കാൻ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കുറക്കാനും ഒക്കെ മോര് കുടിക്കുന്നത് മൂലം സാധിക്കുന്നതാണ്. മോരിലെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെ സഹായിക്കുന്നുണ്ട്. രോഗങ്ങളൊക്കെ വരാതിരിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ മോര് വളരെ നല്ലതാണ്. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മോര് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ചർമ്മ സംരക്ഷണത്തിന് നമ്മൾ ആയുർവേദത്തിൽ പല പാക്കുകളും മോരിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സ്കിൻ കണ്ടീഷൻസിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ മോര് ഉപയോഗിക്കാറുണ്ട്. മോര് നമുക്ക് സ്കിന്നിന് വേണ്ടി കഴിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 തണ്ട് കറിവേപ്പില ചതച്ചത് കൂടെ ചേർത്തിട്ട് കഴിക്കുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്ത് നിലനിർത്താൻ, ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കാനും സഹായിക്കും. എപ്പോഴും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുമൂലം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുളിക്കുന്ന വെള്ളത്തിലോട്ട് 1 സ്പൂണൊക്കെ മോര് ഒഴിച്ച് കുളിക്കുന്നത് മൂലം നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റ് നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഇനി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷൻസിലും മോര് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തൈര് വെറുതെ വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ടുള്ളതല്ല മോര്. അത് ശരിയായ മോരല്ല. അതിന് ഈ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടില്ല. നിങ്ങൾ മോര് കഴിക്കണം എന്നുണ്ടെങ്കിൽ തൈര് നന്നായി അടിച്ച് വെണ്ണ നീക്കിയതിന് ശേഷം അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. വെണ്ണ നീക്കം ചെയ്ത മോരാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ ഒരു മോര് ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ മോര് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉച്ചക്ക് ഭക്ഷണത്തിന് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ നിങ്ങൾക്ക് ഈ ഒരു മോര് കഴിക്കാവുന്നതാണ്. അതാണ് ഒരു നല്ല ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോരിൻ്റെ ഗുണങ്ങൾ. നിങ്ങളിത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്